നമസ്കാരം. IPLന്റെ അടുത്ത സീസണിൽ ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറും മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡ്യയെ റാഞ്ചാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തിരക്കിട്ട നീക്കങ്ങളിലെന്ന് റിപ്പോർട്ടുകൾ. ഹർദിക് ഇനി ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ വേണമെന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചതെന്നാണ് പറയുന്നത്. ടീം മാനേജ്മെന്റിനോട് ശരിക്കും അത് ആവശ്യപ്പെട്ടതും ആഗ്രഹിച്ചതും അതിനെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം സാക്ഷാൽ MS ധോണിയാണെന്നാണ് ക്ലിക്ക് ബ്ലോഗറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ IPL സീസൺ പകുതിയാവുമ്പോഴേക്കും തന്നെ ഹർദിക് മുംബൈ വിട്ട് ട്രേഡിൽ CSKയിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ഇതാദ്യമായാണ് ഇതിനു പിന്നിൽ മുൻ ഇതിഹാസ നായകൻ കൂടിയായ ധോണിയുടെ പ്രത്യേക താല്പര്യം കൂടി ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഹർദിക് പാണ്ഡ്യയുടെ ട്രേഡിന്റെ കാര്യത്തിൽ ധാരണയിൽ എത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. മുഴുവൻ ക്യാഷ് ഡീൽ നടക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. ഹർദിക്കിന് പകരം 1-2 താരങ്ങളെ പകരം കൈമാറിയുള്ള ട്രേഡിനായിരിക്കും CSK ശ്രമിക്കുക. കാരണം ഹർദിക്കിനെ MI റിലീസ് ചെയ്താൽ അടുത്ത മിനി ലേലത്തിൽ വാങ്ങുക എന്നത് CSKയ്ക്ക് ദുഷ്കരമായിരിക്കും. ഇതിനായി വലിയൊരു തുക ചില താരങ്ങളെ റിലീസ് ചെയ്ത പേഴ്സിൽ അവർക്ക് സൂക്ഷിക്കേണ്ടി വരും. എന്നാൽ തുക മാറ്റിവെച്ചാലും ഹർദിക്കിനെ സ്വന്തമാക്കാൻ കഴിയുമോ എന്നതിൽ ഉറപ്പുമില്ല. CSK കൂടാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ലക്നൌ സൂപ്പർ ജെയിൻസ്, ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയവരെല്ലാം അടുത്ത സീസണിൽ പുതിയ ക്യാപ്റ്റനെ തിരയുന്നവരാണ്. അതിനാൽ അവരുടെ എല്ലാം നോട്ടപ്പുള്ളിയായി ഹർദിക്കും ഉണ്ടാകും. ഇത് അദ്ദേഹത്തിന്റെ മൂല്യം കുത്തനെ ഉയരാൻ വഴിയൊരുക്കുകയും ചെന്നൈക്ക് വാങ്ങാൻ സാധിക്കാതെയും വന്നേക്കും. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു ട്രേഡിനായി CSK ശ്രമിക്കുന്നത്. ഹർദിക്കിനെ കൈമാറാൻ മുംബൈയും തയ്യാറാണെങ്കിലും പകരം CSKയിൽ നിന്നും 2 താരങ്ങളെ മുംബൈ ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2 ഓപ്ഷനുകൾ ചെന്നൈക്ക് MI നൽകിയിട്ടുണ്ട്. ഇതിലൊന്ന് ഇന്ത്യൻ സീം ബൗളിംഗ് ഓൾറൗണ്ടർ ശിവം ദുബൈക്കൊപ്പം ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ നഥാൻ എല്ലിസ് ആണ്. മറ്റൊന്ന് ദുബൈക്കൊപ്പം യുവ ബാറ്റിംഗ് സെൻസേഷൻ ആയുഷ് മാത്രയുമാണ്. ദുബൈയെ കൈമാറാൻ CSK ഒരുക്കമാണെങ്കിലും മാത്രയെ കൈമാറാൻ ഒരു പ്ലാനുമില്ലെന്ന നിലപാടാണ് CSK മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ അണ്ടർ-19 ക്യാപ്റ്റൻ കൂടിയായ മുംബൈയിൽ നിന്നുള്ള മാത്രയെ അടുത്ത ക്യാപ്റ്റനും രോഹിത് ശർമ്മയുടെ പകരക്കാരനുമായാണ് MI കാണുന്നത്. പക്ഷേ മാത്രയെ വിടാൻ CSKയ്ക്ക് താല്പര്യവുമില്ല. അവർക്കും ഭാവി ക്യാപ്റ്റനാക്കുക എന്നതാണ് യുവതാരം. മാത്രയെ നൽകില്ലെന്ന് ദുബൈക്കൊപ്പം ഇടക്കയൻ ഫാസ്റ്റ് ബൗളർ ഖലീൽ അഹമ്മദിനെ നൽകാൻ തയ്യാറാണെന്നും CSK അറിയിച്ചെങ്കിലും MIക്ക് ഡീലിന് താല്പര്യമില്ല. മാത്രയെ തന്നെ വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ MIയും ഉറച്ചു നിൽക്കുകയാണ്. ഹർദിക്കുമായി കളത്തിൽ പുറത്ത് വളരെ നല്ല സൗഹൃദം പുലർത്തുന്നയാളാണ് അദ്ദേഹം. നേരത്തെ ചില സ്വകാര്യ ചടങ്ങുകളിൽ തന്നെ രണ്ടുപേരും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പങ്കെടുക്കുകയെല്ലാം ചെയ്തിരുന്നു. മാത്രമല്ല ധോണിയുടെ ജാർഖണ്ഡിലെ വീട്ടിൽ ഇടയ്ക്ക് സന്ദർശകനായെല്ലാം ഹർദിക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് നമുക്ക് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല.